ഹരിയോം കൂട്ടുകാരെ, നമുക്ക് മാങ്ങ ഉപ്പിലിടാം. ഒരു 2 വർഷത്തോളം വേണമെങ്കിൽ ഇരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാങ്ങ അധികം കൊരട്ട കെട്ടാതെ മാങ്ങ, അണ്ടി കെട്ടാതെ മാങ്ങ നടുവേ പൊളക്കുക. നടുവേ പൊളന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അണ്ടി എടുത്ത് കളയുക. കാരണം ചിലതിന് ഇതേപോലെ കേടൊക്കെ ഉണ്ടാവും. ഈ അണ്ടി കേട് കൊണ്ടാണ് ഇതിൽ പുഴുക്കളൊക്കെ നിറയുന്നത് ഉപ്പ് മാങ്ങിയിട്ടാൽ. അപ്പോൾ ആ അണ്ടി മുഴുവനായിട്ട് നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് ഇതേപോലെ ഭരണിയിൽ 3/4 ഭാഗം ഞാൻ നിറച്ച് വെച്ചതാണ്. ഇതുപോലെ കഴുകി തുടച്ച് വെച്ച മാങ്ങയാണ് ഇതെല്ലാം. കഴുകിയിട്ട് തുടച്ച് വെച്ച മാങ്ങ. ഈ മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ അകത്ത് വെള്ളം തിളപ്പിച്ച് ആറ്റിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇത് ഇവിടം വരെ ഒരു 3/4 ഭാഗം വെള്ളം ഉണ്ട് ഇതിൽ. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓവർഫ്ലോ ആയി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ അണ്ടി കേടായ ഭാഗം ഇത് കണ്ടില്ലേ, അത് മുഴുവനായിട്ട് എടുത്ത് കളയണം. അപ്പോൾ മാങ്ങ നല്ല മാങ്ങയായിരിക്കും. ഇതാ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇട്ട് വെക്കുക. ഇതാ ഇതേപോലെ നടുവ പൊളക്കണം. ഇതാ ഇങ്ങനെ പൊളന്നാൽ ഇതൊക്കെ കണ്ടില്ലേ, അണ്ടിക്കാന്ന് കേട്. അപ്പോൾ ആ അണ്ടി ആ ഭാഗം എടുത്ത് കളയാം. എന്നിട്ട് ആ കേട് എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അതങ്ങ് മുറിച്ച് കളയണം. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഭരണി, ചില്ല് ഭരണിയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ മറ്റേ സാധാരണ ഈ കോപ്പ ഭരണിയില്ലേ, അതും നല്ലതാണ്. പ്ലാസ്റ്റിക് നല്ലതല്ല. ഇതെല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നിറയെ ഇട്ടിട്ട് നിറയെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അമർത്തിയിട്ട് കുറച്ച് കല്ലുപ്പാണ് നല്ലത്. കല്ലുപ്പ് നല്ല പോലെ ഇടണം. എന്നെങ്കിലേ 1 കൊല്ലം 2 കൊല്ലം ഒക്കെ ഇരിക്കുള്ളേ. അതിൽ അടിഭാഗത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് നിറഞ്ഞ് നമ്മൾ മൂടി വെക്കാം. നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ വെള്ളം ഇതിലിട്ടിട്ട് സൂക്ഷിക്കുന്നതിന് മുന്നേ കുറച്ച് ഒരു 2 സ്പൂണ് എല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രം, ഈ ചില്ല് ഭരണി മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പൂണ് വിനാഗിരി ഒഴിക്കണം. അതിൻ്റെ മുകളിൽ മാത്രം ഒഴിച്ചാൽ മതി. 2 സ്പൂണ് മാത്രം ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും ഒഴിക്കണ്ട. പിന്നെ നല്ലപോലെ ഉപ്പിട്ട് വെക്കണം. നമ്മളിത് ഈ ഉപ്പ് വെള്ളം, ഈ പ്രഷറുകാർക്കൊന്നും ഉപ്പ് വെള്ളം അധികം പിന്നെ എടുക്കുമ്പം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാങ്ങ എടുത്തിട്ട് നമ്മൾ മുറിച്ച് കഷ്ണമാക്കിയിട്ട് അത് നമുക്ക് അച്ചാറാക്കാം, പച്ചടി ആക്കാം, എന്തൊക്കെ ചമ്മന്തി അരക്കാം, പച്ചടി ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. മാങ്ങ കൊണ്ട് എന്തൊക്കെ ഏറ്റവും ഉണ്ടാക്കുന്നോ അതൊക്കെ ചെയ്യാം. ഇതുപോലെ ഇത് അടിയിൽ ഇന്നലെയൊക്കെ ഇട്ടതാണ്. ഈ അടിയിൽ കുറച്ച് കളറ് പച്ച കളറിന് മാറിയത്. അതുകൊണ്ട് ഹരിയോം ഇങ്ങനെ മൂടിയിട്ട് വെക്കുക. ഹരിയോം.